പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഇന്നത്തെ ചിന്താവചനത്തിൽ 1 സാമുവേൽ 1-ാം അധ്യായത്തിലെ പ്രവാചകനും ന്യായാധിപനുമായ എലിയയെക്കുറിച്ചാണ്. എലിയായുടെ കുടുംബത്തെ കർത്താവിന് നിത്യമായ ശുശ്രൂഷ ചെയ്യുവാൻ പിതാക്കന്മാരുടെ കാലം മുതലേ ദൈവം അനുവദിച്ചിരുന്നതാണ്. ആ കുടുംബത്തിലെ ഒരുവൻ പോലും ദേവാലയ ശുശ്രൂഷകളിൽ നിന്നും വിച്ഛേദിക്കപ്പെടുകയില്ല എന്നും ദൈവം വാഗ്ദാനം ചെയ്തിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത സാമുവേൽ എന്ന പ്രവാചകനും പുരോഹിതനും ന്യായാധിപനുമായ ദൈവപുരുഷൻ്റെ ബാല്യം മുതലുള്ള പരിപാലനവും ശിക്ഷണവും ഏലിയെ തന്നെ ഏൽപ്പിച്ചതും. സാമുവേൽ ഏലിയയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നെങ്കിലും ഏലിയയുടെ 2 ആൺമക്കളും ഹോഫ്നിയും ഫിനെഹാസും ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായാണ് വളർന്നത്. മക്കളുടെ വഴിപിഴച്ച രീതികൾ കണ്ടെങ്കിലും ഏലി അവരെ തിരുത്താനോ ശിക്ഷിക്കാനോ ശ്രദ്ധിച്ചില്ല. ദേവാലയത്തിൽ ബലിയർപ്പിച്ച മാംസം ബലിയർപ്പകനോട് ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങുകയും അതിവിശുദ്ധമായ സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ശുചീകരണ ജോലി ചെയ്തിരുന്ന സ്ത്രീകളുമായി പാപപ്രവൃത്തികൾ ഏർപ്പെടുകയും ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ ഏലിയയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. 40 വർഷം പുരോഹിതനും ന്യായാധിപനുമായി ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്ത ഏലിയയുടെ മക്കൾ വഴിപിഴച്ചതിന് കാരണം ഏലിയ തന്നെയാണെന്ന് ദൈവം വിധിയെഴുതി. ആ വിധിവാചകം ദൈവം വെളിപ്പെടുത്തിയത് ഏലിയായുടെ ശിഷ്യനായ ബാലനായ സാമുവേലിനോടുമാണ്. ഏലിയ ആവശ്യപ്പെട്ടപ്പോൾ ഭയപ്പെട്ടാണെങ്കിലും ഏലിയായും കുടുംബത്തെയും ദൈവം ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന ശിക്ഷാവിധി സാമുവേൽ പ്രവചിച്ചു. ഫിലിസ്ത്യർ സേറിനെ ആക്രമിച്ചു. വലിയൊരു നരവേട്ട നടന്നു. 30,000 പടയാളികൾ നിലംപതിച്ചു. കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടി പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി കൊണ്ടുപോയി. ഏലിയായുടെ 2 പുത്രന്മാരും ഹോഫ്നിയും ഫിനെഹാസും വധിക്കപ്പെട്ടു. ഈ വാർത്ത കേട്ട് വൃദ്ധനായ ഏലി പീഠത്തിൽ നിന്നും പിറകോട്ട് മെറിഞ്ഞ് കഴുത്തൊടിഞ്ഞു മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഏലിയയുടെ കുടുംബത്തെ ഉന്നതമായ സ്ഥാനം നൽകി ദൈവം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അവന് ദൈവം നൽകിയ അരോഗദൃഢഗാത്രരായ 2 ആൺമക്കൾ, 2 പേരും ദേവാലയ ശുശ്രൂഷകളുടെ സഹായികൾ. പക്ഷെ മക്കളുടെ വഴിപിഴച്ച പോക്ക് കൺമുമ്പിൽ കണ്ടിട്ടും ഏലി അത് ശ്രദ്ധിച്ചില്ല. അവരുടെ തെറ്റുകൾ തിരുത്താൻ ഏലി ശ്രമിച്ചില്ല. നമുക്കൊരു ആത്മപരിശോധന ആവൃത്തിയിൽ നിന്നുകൊണ്ട് ഈ സംഭവം ഒന്ന് ധ്യാനിക്കാം. ഇന്നേറെ മാതാപിതാക്കളും മക്കളുടെ കാര്യമോർത്ത് പലതരത്തിലും ദുഃഖിക്കുന്നവരാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം നൽകി. പക്ഷെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാനോ മക്കൾ വിമുഖരാണ്. ദുരന്തം വരുമ്പോൾ മാത്രം ദൈവസന്നിധിയിൽ ഓടിയെത്തുന്നവരായി നാം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, ഒരല്പനേരമെങ്കിലും ദൈവത്തിനായി മാറ്റിവെക്കാൻ നമുക്കാവില്ല. പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ